ഹായ് ഹലോ എല്ലാവർക്കും റാണീസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് നാടൻ റെസിപ്പിയാണ്, ചുട്ടരച്ച ചീര പുളിങ്കറി. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് ചീരത്തണ്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 1 കപ്പ് തേങ്ങ ചുട്ടെടുത്ത് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 1 നെല്ലിക്ക വലിപ്പത്തിൽ പുളി പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 5 ചെറിയ ഉള്ളി, 1 പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ വെച്ച് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചീരത്തണ്ട് ഇട്ട് കൊടുക്കാം. ചുമന്ന ചീരത്തണ്ടാണ്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പച്ചമുളകും ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കിത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇതിന് വേണ്ട അരപ്പൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരിക. അതിന് വേണ്ടി മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ചുട്ടെടുത്ത് വെച്ചേക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. ഈ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിക്ക് വരെ വറ്റൽ മുളക് ആയാലും കുഴപ്പമില്ല. ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇതിപ്പോൾ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വെന്തോന്ന് നോക്കാം. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ചീരത്തണ്ട് വേവിക്കുമ്പോൾ ഉരുളക്കിഴങ്ങോ ചക്കക്കുരു ഇട്ട് വേവിച്ചാലും നല്ലതാണ്. ഇതിലേക്ക് പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഈ അരപ്പൊക്കെ ഒന്ന് തിളയ്ക്കണം. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഇതിപ്പോൾ തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കിനി ഇതിലേക്ക് താളിച്ചൊഴിക്കണം. പാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത് സെർവിങ് ബൗളിലേക്ക് എടുക്കട്ടെ. ഇവിടെ ടേസ്റ്റി ആയിട്ടുള്ള ചുട്ടരച്ച ചീര പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. ബായ്.